നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് 2025 സ്ത്രീകൾക്കും കർഷകർക്കും മധ്യവർഗത്തിനും ഹാപ്പിയാകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. ആദായ നികുതി പരിധിയും ഉയർത്തിയിട്ടുണ്ട്. 12 ലക്ഷം വരെ നികുതി ഇല്ലെന്നാണ് പുതിയ പ്രഖ്യാപനം. വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി 6 ലക്ഷമായി ഉയർത്തിയിട്ടുമുണ്ട്. അതേസമയം തന്നെ ബീഹാറിനും ബമ്പർ അടിച്ചിട്ടുണ്ട്. ബീഹാറിനും വാരിക്കോരി നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി. സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായവും നൽകും. രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം എത്തുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. 1.7 കോടി കർഷകർക്ക് ഇത് ഗുണം ചെയ്യും. ധാന്യവിളകളുടെ ഉൽപാദനത്തിലും സ്വയം പര്യാപ്തത 6 വർഷം മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുവര, ഉറാദ്, മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതികളുമുണ്ട്. കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കും, വിപണനം ഉറപ്പാക്കും. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി രൂപവത്കരിക്കും. ബീഹാറിൽ മക്കാന ബോർഡ് മക്കാനയുടെ ഉൽപാദനവും വിപണനവും വ്യാപിപ്പിക്കാൻ ബീഹാറിൽ മക്കാന ബോർഡ് സ്ഥാപിക്കും. വിള ഗവേഷണത്തിന് പദ്ധതിയുണ്ട്. പരുത്തി കൃഷി വികസനത്തിന് 5 വർഷ പദ്ധതിയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഹ്രസ്വകാല വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തിയിട്ടുമുണ്ട്. ഇത് 7.7 കോടി കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീര കർഷകർ എന്നിവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ആദായ നികുതി ഘടനയിലും വലിയ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. നികുതി പരിധി ഉയർത്തുകയാണ് എന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു. രാജ്യത്തിൻ്റേത് അതിവേഗം വളരുന്ന സമ്പദ്ഘടനയാണെന്ന് പറഞ്ഞാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. മൂന്നാമതും അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ ജൂലൈയിൽ ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി സഭയിൽ വെച്ചിരുന്നു. ഇത്തവണ ജനപ്രിയമായ നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ പ്രതീക്ഷിച്ചത്. കർഷകർക്ക് വേണ്ടി നിരവധി അവസരങ്ങൾ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതികളെല്ലാം. ആഗോള സമ്പ്രദായങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക പദ്ധതികളും ആരംഭിക്കുന്നുണ്ട്. തുവര, ഉഴുന്ന്, മസൂർ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധയും ചെലുത്തും. വരുമാനം ഉയർന്നതോടെ പഴവർഗ്ഗങ്ങളുടെ ഉപഭോഗവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുമായി ചേർന്ന മേഖലയിലെ കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള നടപടിയും സ്വീകരിക്കും. മക്കാന കർഷകരുടെ ഉന്നമനത്തിനായി ബീഹാറിൽ മക്കാന ബോർഡ് സ്ഥാപിക്കും. മക്കാന കർഷകർക്കായി ബോർഡിന് കീഴിൽ പരിശീലനം സംഘടിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിള വൈവിധ്യവൽക്കരണം, ജലസേചന സൗകര്യങ്ങൾ, വായ്പാ ലഭ്യത എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. PM കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കും. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്കായി പ്രത്യേക ദൗത്യം ആരംഭിക്കും. കൂടാതെ പരുത്തി ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാനും പദ്ധതികൾ തുടങ്ങുന്നുണ്ട്. ഇതിനായി പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്.